ജെയിംസ്. ഹലോ. I'm sorry, I kept you waiting. Today was a hectic day. ലെക്ചേഴ്സ് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ 6 മണിയായി. റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ദാറ്റ്സ് ഫൈൻ ഹാനിയ. ഞാൻ കുറച്ചു നേരം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ചു നേരം ഈ മൊബൈൽ കുത്തിക്കൊണ്ടിരുന്നു. ആണോ? ആളൊരു ബുക്ക് വേമാണെന്ന് തോന്നുന്നല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല. ലെക്ചേഴ്സ് കേട്ട് ബോറടിക്കുമ്പോൾ മൈൻഡ് റിഫ്രഷ് ചെയ്യാനായി. പിന്നെ റീഡിങ് ഇഷ്ടമല്ലേ? ഓ, പണ്ട് നാട്ടിൽ സ്കൂൾ ഡേയ്സിൽ ഒത്തിരി വായിക്കുമായിരുന്നു. പിന്നെ ഈ ബുക്കിന് അഡിക്റ്റ് ആവാനൊന്നും എന്നെ കിട്ടില്ല. വാട്ട് വർ യു റീഡിങ്? ഈസ് ഇറ്റ് എ നോവൽ? നോ, ഇതൊരു മാഗസീനാ. ഫ്ലൈറ്റിലിരുന്ന് വായിക്കാൻ ഉമ്മ തന്നുവിട്ടതാ. ഇത് ദ ബുക്ക് ഓഫ് ജോയ്. ഇറ്റ്സ് അബൌട്ട് ഡെലൈലാമ ആൻഡ് ഡെസ്മണ്ട് ടൂട്ടു. ബട്ട് ആർന്റ് യു എ മുസ്ലിം? ഐ ആം ഹാനിയ. പിന്നെ യൂറോപ്പൊക്കെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട് പുതിയ യൂണിവേഴ്സിറ്റി? പ്രൊഫസേഴ്സൊക്കെ സായിപ്പുമാരല്ലേ. അവരുടെ ആക്സെന്റ് എൻറ്റയർലി ഡിഫറെൻ്റാ. നല്ല ബുദ്ധിമുട്ടാ. ആ, വന്നതല്ലേ ഉള്ളൂ. എല്ലാം അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ദിവസം എടുക്കുമെന്നേ. ആ, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് മീ. ഓക്കെ? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ? ആ, വിയന്നയിലൊരു അക്കോമഡേഷൻ കിട്ടുവാൻ നല്ല ടഫാണ് ഹാനിയ. പിന്നെ ക്യാപിറ്റൽ സിറ്റി അല്ലേ, ഒത്തിരി നോക്കി നടന്നിട്ടാ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിച്ചത്. പിന്നെ സേഫ്റ്റി നോക്കണമല്ലോ. അല്ല, ഈ ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് എന്നാ ഇരിപ്പായിരിക്കുന്നത്? അതാ താഴോട്ടെങ്ങനെ വെച്ചൂടെ? മിടുക്കി. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഹോസ്റ്റലിലെ കാര്യം. കറക്റ്റ്. മധു സാർ എൻ്റെയും ക്ലാസ് ടീച്ചറായിരുന്നു. ഞാൻ സ്കൂൾ ലീഡറായ വർഷമാ സാറ് ഹെഡ് മാസ്റ്ററായി മലപ്പുറത്ത് നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയത്. സാറിന് എന്നെ സ്വന്തം മോനെ പോലെയായിരുന്നു. ഇപ്പോഴും ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ പിന്നെ സാറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് നോ പറയാൻ പറ്റുമോ? സാർ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് യൂസ്ഡ്. മനസ്സിലായി. അല്ല, ബൈ ദ വേ, ഷാൽ വി ഓർഡർ സംതിങ് ടു ഡ്രിങ്ക്? നമുക്കൊരു വൈൻ അടിച്ചാലോ? അയ്യോ വേണ്ട. എനിക്കൊരു ഗ്ലാസ് നാരങ്ങാവെള്ളം കിട്ടുമോ? ഡു യു മീൻ ലെമൺ ജ്യൂസ്? അല്ലേ, വേണ്ട. എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. വെള്ളമോ? ഹാനിക്കറിയാമോ, വിയന്നയിൽ വൈൻ, യൂറോപ്പിൽ വൈനേക്കാൾ വില വെള്ളത്തിനാണ്. ഇത് നമ്മുടെ കേരളമല്ല മോളെ. ഞാനിപ്പോ വരാം. 1 റെഡ് വൈൻ പ്ലീസ്. ആൻഡ് വൈൻ ഓർ വാട്ടർ? എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. ആൻഡ് 1 മിനറൽ വാട്ടർ പ്ലീസ്. നമുക്കൊരു ഷ്നിറ്റ്സലായാലോ? എന്താ? ഷിറ്റൽ? നോ, ഷ്നിറ്റ്സൽ. ഷ്നിറ്റ്സൽ. യാ. ഹാവന്റ് യു എവർ ട്രൈഡ് ഷ്നിറ്റ്സൽ? അല്ല, കേരളത്തിൽ എവിടെയാ ഷ്നിറ്റ്സൽ കിട്ടുന്നത്? നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ. ചിയേഴ്സ്. ഷിറ്റൽസ് മധുരമാണോ എരിവാണോ? ഇറ്റ്സ് നോട്ട് ഷിറ്റൽ ഹാനിയ, സ്നിറ്റ്സൽ. സ്നിറ്റ്സൽ. ഓ, സോറി. സ്നിറ്റ്സൽ. ഷിറ്റൽ അല്ല, സോറി, ഷ്നിറ്റ്സൽ. യാ, കറക്റ്റ്.
ഞാൻ ഈ ബുക്കൊന്ന് നോക്കട്ടെ. ഇതാരാ ഹാനിയ ഇത്? അതെൻ്റെ ഉമ്മ. ഓ ഓ ഓക്കെ ഓക്കെ. പിന്നെ ഹാനിയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. ഉപ്പയ്ക്ക് കടയുണ്ടായിരുന്നു, പലചരക്ക് കട. ഉപ്പ മരിച്ചതിൽ പിന്നെ... പറയൂ, എന്നിട്ട്? സോറി, ഉമ്മ വീട്ടിൽ തന്നെയാ. ഓ ഓക്കെ. ആ this has to be held at your right hand, and you know, this is called fork, and it should be in your left hand. എന്താടോ? ഞാൻ ഈ കത്തിയും ഇതുമൊക്കെ കണ്ടിട്ടുണ്ട്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ കൈയുള്ളപ്പോഴെന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നാടോടുമ്പോൾ നമ്മുടെ നടുവേ ഓടണം. പുരിഞ്ചാ? ഓ പുരിഞ്ചു. ഞാൻ കാണിച്ചു തരാം. ദേ, ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ. ആ തട്ടം അങ്ങ് മാറ്റിക്കൂടെ? അല്ലെ ഭക്ഷണത്തെ മുട്ടിയാലോ? അത് സാരമില്ല. പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ഞാൻ തട്ട് ഇട്ടത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഓ ഓക്കെ ഓക്കെ. So, Hania, tell me, do you miss your family?
ഹാനിയയ്ക്ക് വിയന്നയൊക്കെ ഇഷ്ടമായോ? വളരെ മനോഹരമായ സ്ഥലം, നല്ല വൃത്തിയുണ്ട്. പക്ഷേ ഇവിടെ ഒത്തിരി കള്ളന്മാരുണ്ടല്ലേ? കള്ളന്മാരോ? ആ അല്ല, ഇവിടെ എല്ലാവർക്കും പട്ടിയുണ്ടല്ലോ. ഹാനിയ, ഇവിടെയുള്ള മിക്കവർക്കും മക്കളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പട്ടി. അത് കള്ളന്മാരെ പിടിക്കാനല്ല. ദേ കോൾ ദം പെറ്റ്സ്. പെറ്റ്സ്? ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. ജെയിംസിന് നാടിഷ്ടമല്ലേ? കൊള്ളാം, നല്ല ചോദ്യം. ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം നാട്ടിൽ പോകാറില്ലേ? നാട്ടിൽ പോയിട്ടിപ്പോ 10 വർഷം കഴിഞ്ഞു. ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. മമ്മി മരിച്ചതിൽ പിന്നെ നാട്ടിൽ പോയിട്ടില്ല. ഡാഡിയോ? ആ, അതൊക്കെ പിന്നെ പറയാം. വെസ്റ്റേൺ കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ദാൻ അവേഴ്സ്, ഹാനിയ. മക്കൾ എല്ലാവരും അല്ല കേട്ടോ. പക്ഷേ ഭൂരിഭാഗവും 18-20 വയസ്സാകുമ്പോഴേക്കും പേരൻസിൽ നിന്നും മാറും. പിന്നെ മിക്കവർക്കും കൂട്ടിനായി പട്ടിയോ പൂച്ചയോ മാത്രമേ ആ വീട്ടിൽ കാണൂ. പിന്നീട് മക്കളുടെ ഇടയ്ക്കൊക്കെ വരുന്ന ഓരോ ഫോൺ കോളുകൾ കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും. പിന്നീട് ബർത്ത്ഡേക്കോ മറ്റോ ഒന്ന് വിളിച്ചാലായി. ചിലർ ബർത്ത്ഡേ പോലും മറന്നുപോകും, അല്ലെങ്കിൽ മറക്കുവാൻ ശ്രമിക്കും. ഇറ്റ്സ് അൺബിലീവബിൾ. അപ്പോ അവർ കിടപ്പിലായ ആര് നോക്കും? അതിനല്ലേ ഞങ്ങളെപ്പോലുള്ള നേഴ്സസ് ഇവിടെ ഉള്ളത്. പക്ഷേ മക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും അംഗീകാരവും അത് പൂർണ്ണമായി കൊടുക്കുവാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. സത്യം, എൻ്റെ ഉമ്മയെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കത്തില്ല. നല്ല മനസ്സിന്റെ ഉടമകൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചി കഴിഞ്ഞ ആഴ്ച മരിച്ചു. ഷി വാസ് 91. മലയാളിയോ? നോ, ഷി വാസ് ആൻ ഓസ്ട്രിയൻ. മരിച്ച ഉടനെ തന്നെ മകനെ ഇൻഫോം ചെയ്തു. സ്വത്ത് വീതം വെച്ച വകയിൽ അവർ തമ്മിൽ വർഷങ്ങളായി പിണക്കത്തിലായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ ആഴ്ച ഞാൻ നല്ല ബിസിയാണ്, മോർച്ചറി വെച്ചേക്ക്, ഞാൻ അടുത്ത ആഴ്ച വന്നേക്കാമെന്ന്. കഷ്ടം. ഓ ഗോഡ്, അങ്ങനെ നോക്കുമ്പോ നമ്മുടെ നാട് എത്ര നല്ലതാ അല്ലേ? തീർച്ചയായും. സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള നേഴ്സസിന് അർഹമായ ശമ്പളവും അംഗീകാരവും കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങളാരും നാട് വിട്ടു പോവില്ലായിരുന്നു, അല്ലേ ജെയിംസ്? അത് ശരിയാണ് ഹാനിയ. വെളുത്ത മാലാഖമാർ എന്നൊക്കെ ഞങ്ങളെ വിളിക്കും. കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കരൾ നനച്ച് പൂക്കൾ വിരിയിക്കുന്നവരാണ് നേഴ്സസ്. സത്യം. പക്ഷേ ആ കണ്ണീര് കാണുന്ന ഒരു ഭരണകൂടം ഇനി എന്നാണാവോ നമ്മുടെ നാട്ടിലുണ്ടാവുക? ഒത്തിരി നേരമായല്ലോ, നമുക്ക് തിരിച്ചു പോയാലോ? ഹാനിയ, ഞാൻ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യട്ടെ? അയ്യോ, അതൊത്തിരി ബുദ്ധിമുട്ടാവില്ലേ? അത് സാരമില്ല. ഈ രാത്രിയിൽ ഏതായാലും ഹാനിയ ഇനി ഒറ്റയ്ക്ക് പോകണ്ട. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിയന്ന നമ്മുടെ നാട് പോലെയൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന്. താങ്ക് യു ജെയിംസ്. പക്ഷെ അതിനിടയ്ക്ക് വീട്ടിലൊന്ന് കയറിയിട്ട് വേണം പോകാൻ. ഇതൊന്ന് വീട്ടിലെത്തിക്കണം. അപ്പോ ജെയിംസും വീട്ടിൽ പട്ടിയെ വളർത്തുന്നുണ്ടല്ലേ? സോറി, ഐ മീൻ പെറ്റ്സ്. ബാ, നമുക്കകത്തു പോയിരിക്കാം. സോറി, ഞാനിവിടെ നിന്നോളാം. പട്ടി എവിടെ? എന്നെ പേടിയാണല്ലേ? നമുക്കൊരെ കട്ടനടിച്ചാലോ? സോറി, മറ്റൊരിക്കലാവട്ടെ. ആദ്യമായി വന്നതല്ലേ,
ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആകാം. ഹാനി വാ, ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. അപ്പേ, ദേ അത് ഹാനിയ, നാട്ടിൽ നിന്ന് പഠിക്കാൻ വന്നതാ. ഉമ്മ, സോറി, മമ്മിയല്ലേ? ഉമ്മയെന്ന് തന്നെ വിളിച്ചോ, എല്ലാം ഒന്ന് തന്നെയല്ലേ. പൊയ്ക്കോട്ടെ, പിന്നെ വരാം. ഉപ്പയുണ്ടായിരുന്നേൽ ഈ പ്രായമൊക്കെ കാണുമായിരുന്നു. ഈ സൈഡ് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആണ്. പെരിഫറൽ നെയർവ് ഇഞ്ചുറി. 10 വർഷമായി. അതുകൊണ്ടാ ജെയിംസ് കഴിഞ്ഞ 10 വർഷമായിട്ട് നാട്ടിൽ പോവാഞ്ഞതല്ലേ?
la 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 la. ഇരുമിഴികൾ നിറയാതെ മനമുരുകി തളരാതെ ഒരു കതിരായി ഒന്നെന്നിൽ നിറയുമൊരു പൂമ്പാറ്റേ. ചിറകുടിയാ ചില്ലയിൽ നീ കൊട്ടുമൊരു കൂട്ടിൽ നാം ഒരു തിരിയായി കത്തിയിടാം കതിർമണികൾ കൊത്തിയിടാം ഒരു കനവായി തീർന്നിടാം മണിമുത്തം നൽകിയിടാം. ഇരുമിഴികൾ നിറയാതെ മനമുരുകി തളരാതെ ഒരു കതിരായി വന്നെന്നിൽ നിറയുമൊരു പൂമ്പാറ്റേ. ഒരു കതിരായി വന്നെന്നിൽ നിറയുമൊരു പൂമ്പാറ്റേ. La 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 la. Ah ah ah.